അപ്പൊ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോ ഉണ്ട്. അതെ, തിരമാല എന്ന് പറഞ്ഞ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തു. അതെ, ബെല്ലൈക്കൺ. ശരി, സോറി ഗൈസ്, നാക്ക് സ്ലിപ്പായി. സ്വാഭാവികം അല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൊണ്ടാണ്. സ്ത്രീധനം. എന്താണ് സ്ത്രീധനം? സ്ത്രീധനം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ധനം. അതെ, സ്ത്രീകളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ധനമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം മിസ്യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കേസുകൾ. അതെ, നമ്മളിപ്പോ വാർത്തയെ തന്നെ ഇഷ്ടംപോലെ വിഷയം. അതെ, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോക്ക് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതെല്ലാം ഈ സ്ത്രീധനത്തിനെ ആധാരമാക്കി വരുന്നതാണ്. എല്ലാം ഒരു ചങ്ങല പോലെ കോർത്ത് കിടക്കുകയാണ്. അതെ, യാത്ര തുടങ്ങി ഇന്നതാ ഞങ്ങൾ സ്ത്രീധനം വരെ എത്തിയിരിക്കുന്നു. അത് എല്ലാം കോറിലേറ്റഡ് ആണ്, ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാ റിലേഷൻസ് ഉള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ഞങ്ങൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോ ഞങ്ങള് പറയാം, നമ്മളുടെ ഫസ്റ്റ് കൺസെപ്റ്റ്, ഈ ഡൗറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എന്നാന്ന് അറിയോ ബുക്കോ? എല്ലാം പണ്ടത്തെ കാലത്ത് തുടങ്ങിയതാണ്. ഇത് 2000 BC-യിലായിരുന്നു തുടങ്ങിയത്. 2000 BC. അന്നത്തെ കാലത്ത് അവര് അവരുടെ മക്കൾക്ക്, അതായത് പെൺമക്കൾക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയായിരുന്നു ഈ എമൗണ്ട് കൊടുത്തിരുന്നത്. അത് അവരുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിക്ക് വേണ്ടി, അതായത് അവർക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഭാവിയിൽ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി കൊടുത്തായിരുന്നു അവർ. അത് പിന്നെ കാലക്രമേണ ഇങ്ങനെ വന്ന് ഇപ്പൊ ഈ മോഡേൺ സിവിലൈസേഷൻ ആയപ്പോഴത്തേനും സംഭവം പെൺപിള്ളേരുടെ വീട്ടുകാർ കൊടുക്കുന്നത് അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണെങ്കിലും അത് ഈ ആൺപിള്ളേരുടെ വീട്ടുകാർ അത് ബിസിനസ് ചെയ്യുന്നതൊക്കെ അറിയുന്നുണ്ട്. അത് ചിലവരൊക്കെ എങ്ങനെ ആയിരിക്കും. ബുക്കോന് എന്താ അഭിപ്രായം? ബുക്കോ മേടിക്കോ? സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്, ശിക്ഷാർഹമാണ്. അതെ, അതുകൊണ്ട് ബുക്കോയ്ക്ക് ആരും സ്ത്രീധനം ഒന്നും കൊടുക്കണ്ട. അപ്പൊ സ്ത്രീധനം ഒന്നും കൊടുക്കണ്ടാത്ത പെൺകൊച്ചുങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ബുക്കോയ്ക്ക് ഇപ്പൊ ഒരു ലെറ്റർ, ഒരു ഇൻവിറ്റേഷൻ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുക്കോ ചിലപ്പോ അക്സെപ്റ്റ് ചെയ്താലോ. ബുക്കോ സിംഗിൾ. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് മോഡേൺ സിവിലൈസേഷൻ ഒക്കെ വന്നപ്പോഴത്തേന് അതിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയെങ്കിലും ഗേൾസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് കൂടുതലും സ്ത്രീധനം കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് സൗദി അറേബ്യയിൽ നടക്കുന്നത്. എനിക്ക് ആ ഒരു കൺസെപ്റ്റാണ്. അവിടെ എല്ലാം സ്പെഷ്യലാണ്. അവിടെ എന്താ? അതെ, അവിടെ പെൺപിള്ളേരല്ല കൊടുക്കേണ്ടത്, അല്ലെ പെൺപിള്ളേരുടെ വീട്ടുകാരല്ല കൊടുക്കേണ്ടത്. അത് ചെക്കന്മാരുടെ വീട്ടുകാര്, ഗ്രൂമിന്റെ വീട്ടുകാര് പെൺപിള്ളേർക്ക് വേണ്ടി അവരുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി എമൗണ്ട് കൊടുക്കാം, മെഹർ കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റ് ആണ് അവിടെ. അല്ല, ഞാനും ഇപ്പൊ അവന്റെ കൂടെ ഫ്ലോയിൽ പോയേനെ. മെഹർ എന്ന് പറഞ്ഞത് ഇതേപോലെ തന്നെ ഡൗറിക്ക് ഇസ്ലാമിൽ പറയുന്ന ഒരു വേർഡാണ് മെഹർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിക്കുക. അപ്പോ അവിടുത്തെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങള് അവർ അധ്വാനിച്ച് അവര് വിമൻസിന്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി കുറച്ച് എമൗണ്ട് വിമൻസിന് കൊടുക്കുക, അതായത് ബ്രൈഡിന് കൊടുക്കാന്നവർ. ഗ്രൂം ബ്രൈഡിന് കൊടുക്കുക, അവര് മാറ്റിവെക്കുക. അത് അവർക്ക് അവരുടെ യൂസിന് വേണ്ടി എടുക്കാൻ പറ്റും. ഈവൻ അവര് സെപ്പറേറ്റ് ആയിട്ടുള്ള ചിലര് വീട് വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് കേട്ടറിവേ ഉള്ളൂ, നമ്മളവിടെ പോയിട്ടുള്ള അറിവില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അവിടെ പോയി അനുഭവിച്ച് അത് നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കമന്റ് അടിക്കുക, ഞങ്ങളോട് പറയും ഇങ്ങനെയായിരുന്നു അവിടെ, നിങ്ങൾ പറഞ്ഞ ശരിയാണോ തെറ്റാണോ, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, രേഖപ്പെടുത്തണം. അതെ, നിങ്ങൾ പ്ലീസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾ അതേപോലെ ലൈക്ക് ചെയ്യണം. പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം. ഇതേപോലുള്ള നല്ല ടോപ്പിക്സുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ. ഇന്ന് ഞങ്ങൾ ഡൗറി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ടോപ്പിക്കുമായിട്ടാണ് വന്നത്. അതിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഈ വന്ന കാലത്ത് ആരും ഡൗറി പ്രതീക്ഷിച്ചൊന്നും ഇരിക്കേണ്ട. ഇനി അങ്ങോട്ട് വരുന്ന കാലത്ത് ഒട്ടും വേണ്ട. നമ്മളൊരു പാർട്ട്നേഴ്സ് ആയിട്ട് ജീവിക്കുമ്പോഴത്തേനും രണ്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഷെയർ ഈക്വൽ ആണ്, ഈക്വൽ പങ്കാളിത്തം, ഇക്വാലിറ്റി ആണ് ഇപ്പം വേണ്ടുന്നത്. ഇപ്പം ഒരുവിധം എല്ലാരും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. എല്ലാരും നല്ലൊരു നാളേക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങള് നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.